Hi, welcome back. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് JBLൻ്റെ BT ബ്ലൂടൂത്ത്. അതൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ JBL Tune205 BT എന്ന് പറഞ്ഞ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. അപ്പോൾ ഇത് നമുക്ക് 3000 രൂപയാണ് ഒരു പ്രൈസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിത് ബിഗ് ബില്ലിൻ്റെയിൽ 1650 രൂപക്കാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ ബോക്സിൻ്റെ സൈഡിൽ ഇതൊക്കെയാണ് ഉള്ളത്. കുറച്ച് ഡീറ്റെയിൽസ്. ഇത് 20 Hz to 22 kHz വരെ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഫ്രീക്വൻസി പറയുന്നുണ്ട്, സൗണ്ട്. പിന്നെ അങ്ങനത്തെ പ്യുവർ ബാസ് സൗണ്ട് ക്വാളിറ്റി ആണെന്ന് പറയുന്നുണ്ട് അവർ. പിന്നെ മൈക്ക് ഉണ്ട്, ഫ്ലാറ്റ് കേബിളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ എയർപോഡ് ടൈപ്പ് ഡിസൈനാണ് ഇതിനകത്ത് വന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത് റീചാർജ് ചെയ്താൽ 6 hours ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റും. ഫുൾ വോളിയത്തിൽ 6 hours ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് ഇത് പറയണത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എത്ര കിട്ടുന്നു. നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വന്നേക്കണത്. നമുക്ക് ഇതിനകത്ത് ഒരു ചാർജിങ് തന്നിട്ടുണ്ട്. അത് ഓറഞ്ച് കളർ തന്നെയാണ് അവർ തന്നേക്കണത്. അവരുടെ ഇത് മൈക്രോ USB ആണിത്. മൈക്രോ USB ആണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ വന്നേക്കണത് ഇവർ. പിന്നെ ഇതിനകത്ത് കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. ഈ ഹെഡ്സെറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇത് നല്ല ടൈറ്റായിട്ടാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കേബിൾസ് കട്ടായി പോകും. അപ്പോൾ ഇത് നോക്കി അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. JBLൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ഇത് ഈ രണ്ട് കേബിളിലും വ്യത്യാസമുണ്ട്. ക്വാളിറ്റി കേബിൾസിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതൊരു ടാഗൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല നീളമുള്ള മോഡലാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റ് ലെഫ്റ്റ് ഇയറിൽ ഇൻസൈഡിൽ കൊടുത്തത് രണ്ട് കളറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. നല്ല ലെങ്ത്തൊക്കെ ഉണ്ട്. ഇത്രയും ലെങ്ത്ത് നമുക്ക് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് ഫിറ്റ് ആവും ചെവിയിൽ. അപ്പോൾ കുലിക്കാടൊന്നും പോകണില്ല. ഒരു കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെ ഉണ്ട്. യൂസ് ചെയ്തിട്ട് പാട്ട് വെച്ചിട്ടും കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ഇനി പക്ഷേ ഫുൾ വോളിയത്തിൽ പാട്ട് വെക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് സൗണ്ട് ലീക്സ് ഉണ്ട്. ഇനി പിന്നെ ഇതിനകത്ത് ഇവിടെ ഒരു ക്ലിപ്പ് തന്നെ ഉണ്ട്. ഈ ക്ലിപ്പ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇവർ പറയണത് ഈ ഹെഡ്സെറ്റ് നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും. ഇതാണ്. പക്ഷെ ഇത് ലോക്കിങ് മെക്കാനിസം ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് നാൾ നമ്മളിത് ഇങ്ങനെ ഈ ലോക്കിങ് മെക്കാനിസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേബിൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നോർമൽ രീതിയിൽ ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്തിട്ടാൽ മതി. സിമ്പിളായിട്ട് കിടക്കും. എടുക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഇത് ജസ്റ്റ് നമ്മൾ കെട്ടിയിടണ പോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കഴുത്തി കിടക്കും. അപ്പോൾ ഊരിയൊന്നും പോകില്ല. ഇത്ര ലെങ്ത്തോളം തന്നെ അത് ഊരി പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാനൊരു വീഡിയോ കൂടി ചെയ്തിടാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. See you, bye.